UDF അധികാരത്തിലേക്ക് വരുമ്പോൾ മന്ത്രിസഭയിൽ ആരൊക്കെ ഏറ്റവും നിർണായകമായ ചർച്ചകൾ ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും വിജയിച്ചു കയറി, യുവ നേതാക്കൾ വിജയിച്ചു കയറി. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക്, പുതുമുഖങ്ങൾക്ക്, ഒപ്പം അനുഭവ സമ്പത്തുള്ളവർക്കെല്ലാം ഇടം നൽകിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കോൺഗ്രസിന് പോകേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ഘടകകക്ഷികൾക്ക് നൽകാൻ പോകുന്ന സീറ്റുകൾ നിർണായകമാണ്. ലീഗിന് കൃത്യമായ ഒരു ക്ലെയിം ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. ലീഗ് വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് പിന്നീട് മത്സരിച്ച സീറ്റുകളിലെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പോലെയുള്ള പദവികളും എല്ലാം ഇനിയുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. വിപ്പുമാർ ഉണ്ടാകുമോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോഴിതാ ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നത് 2 മന്ത്രിസ്ഥാനവും ഒരു വിപ്പും എന്നത് തന്നെയാണ്, ചീഫ് വിപ്പ് സ്ഥാനവും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ക്ലെയിം, അങ്ങനെയൊരു ആവശ്യം ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് വയ്ക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് ടോം? അഭിലാഷ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ പോലെ തന്നെ വലിയ നേട്ടമുണ്ടാക്കിയൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. അതായത് 8 സീറ്റിൽ മത്സരിക്കുന്നു, 7 സീറ്റിൽ വിജയം നേടുന്നു. കാഞ്ഞങ്ങാട് യാതൊരു വിജയപ്രതീക്ഷയുമില്ലാത്ത സീറ്റായിരുന്നു. അവിടെ പക്ഷെ കാര്യമായ പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് മത്സരിച്ചത്. 2 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതേസമയം കഴിഞ്ഞ തവണ ഇടതുപക്ഷത്ത് മത്സരിച്ച മാണി ഗ്രൂപ്പ് 12 സീറ്റിൽ 5 സീറ്റിൽ വിജയിക്കുകയും ഒരു മന്ത്രിസ്ഥാനം നൽകുകയും ഒരു ചീഫ് പദവി നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ജോസഫ് ഗ്രൂപ്പ് ഇത്തവണ തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും 22 MLA-മാരുള്ള മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നൊരു പശ്ചാത്തലത്തിൽ 7 MLA-മാരുള്ള തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ തൊടുപുഴയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും സമാനമായ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് 1-ാം മന്ത്രി സ്വാഭാവികമായും മോൻസ് ജോസഫ് ആയിരിക്കും. പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്, അതോടൊപ്പം തന്നെ സീനിയർ ലീഡറാണ്. 2-ാം മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് മന്ത്രിയാകും എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. അതായത് പാർട്ടി ഇന്നലെ എടുത്തിരിക്കുന്ന തീരുമാനം. മറ്റൊരു ആവശ്യം കൂടി പാർട്ടി ഇന്നലെ എടുത്തിട്ടുണ്ട്. അതായത് പാർട്ടി UDF-ന്റെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള PJ ജോസഫിന് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പദവി നൽകണം എന്നൊരു ആവശ്യം കൂടി ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇത്തവണത്തെ ഈ നിയമസഭാ സീറ്റ് വിഭജനത്തിൽ വലിയ വിട്ടുവീഴ്ച ചെയ്ത ഒരു മുന്നണി, ഒരു പാർട്ടിയാണ് ജോസഫ് ഗ്രൂപ്പ്. കഴിഞ്ഞ തവണത്തെ 10 സീറ്റിൽ നിന്നും 2 സീറ്റ് വിട്ടുവീഴ്ച ചെയ്യണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം പൂർണ്ണമായും അവർ അംഗീകരിക്കുകയും ചെയ്തു. ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. മാത്രമല്ല, മാണി വിഭാഗം ഒരു വശത്ത് പൂർണ്ണമായും തകർന്നില്ലാതായ സാഹചര്യം, 12-ൽ ഒരൊറ്റ സീറ്റ് പോലും വിജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തങ്ങൾക്ക് കാര്യമായൊരു പരിഗണന കിട്ടിയാൽ മാണി ഗ്രൂപ്പിൽ നിന്നും കൂടുതൽ ആളുകൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് ജോസഫ് ഗ്രൂപ്പ് പങ്കുവെക്കുന്നത്. ഇനി ഒരു പക്ഷേ 2 മന്ത്രിസ്ഥാനം നൽകാൻ കഴിയില്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് പദവിയാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ, ഏറ്റവും അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2 മന്ത്രിസ്ഥാനവും അതോടൊപ്പം ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് പദവി അന്ന് PC ജോർജിനായിരുന്നു ആ പദവി നൽകിയത്. അത്തരമൊരു ആവശ്യം, അതായത് ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് പദവിയാണ് മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ, അങ്ങനെയെങ്കിൽ അബു ജോൺ ജോസഫ് ക്യാബിനറ്റ് റാങ്കോടുകൂടി ആ പദവിയിലേക്ക് എത്തിയേക്കാം. പക്ഷേ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഈ മുന്നണിയെ നേരിടുന്നത്, അതായത് UDF-നെ നേരിടുന്നത് സ്വാഭാവികമായും മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നു. അതോടൊപ്പം കോൺഗ്രസിൽ നിന്നൊരു മുസ്ലിം മന്ത്രി വരുന്നു. അങ്ങനെയെങ്കിൽ 6 മുസ്ലിം മന്ത്രിമാർ. അതോടൊപ്പം ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് 2 മന്ത്രിമാർ, CP ജോൺ, ഷിബു ബേബി ജോൺ, അതോടൊപ്പം മാണി സി കാപ്പൻ, അനൂപ് ജേക്കബ്, അങ്ങനെ ഘടകകക്ഷികളിൽ നിന്ന് തന്നെ 6 ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരും, അതോടൊപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയാകുകയും ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നും ചാണ്ടി ഉമ്മനെ മന്ത്രിയായി പരിഗണിക്കണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചു കഴിഞ്ഞാൽ 8 ക്രിസ്ത്യൻ മന്ത്രിമാർ. അങ്ങനെയെങ്കിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും 14 മന്ത്രിമാർ വരുമ്പോൾ മറ്റു വിഭാഗം, അതായത് കേരളത്തിലെ ഭൂരിപക്ഷ വിഭാഗത്തിന് എത്ര മന്ത്രിസ്ഥാനം കൊടുക്കും? അതായത് മറ്റേ ഈഴവ വിഭാഗത്തെ പരിഗണിക്കണം, ദളിത് വിഭാഗത്തെ പരിഗണിക്കണം, അങ്ങനെ പല രീതിയിലുള്ള പരിഗണനകൾ. അതിപ്പം വനിതാ വിഭാഗത്തിൽ നിന്ന് പ്രതിനിധികൾ വരണം. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി UDF-നെ നിലനിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇതിനായിട്ട് കൂടുതൽ മന്ത്രിസ്ഥാന ഘടകകക്ഷികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില ഒരു അഭിപ്രായ ഭിന്നതകൾ നിൽക്കുന്നു. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിന് ശേഷം മാത്രമായിരിക്കും ഈ രീതിയിലുള്ള, അതായത് ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് UDF നേതൃത്വം കടക്കുകയുള്ളൂ. യെസ്, എവിടെ ഇതാ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടെ ഒരു കാര്യം കൂടി ഉള്ളത് ടോമിത, ഈ ഒറ്റ അംഗങ്ങൾ മാത്രമായി സഭയിലേക്ക് എത്തിയിട്ടുള്ളവരുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ അനൂപ് ജേക്കബ് തുടർച്ചയായി പിറവത്ത് നിന്ന് വിജയിക്കുന്ന ജനപ്രതിനിധിയാണ്. നേരത്തെ ഭക്ഷ്യവകുപ്പ് അടക്കം കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. CP ജോൺ ദീർഘകാലമായി UDF-നോടൊപ്പം നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിലുണ്ട്. മാണി സി കാപ്പനി സൂചിപ്പിച്ചതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച G സുധാകരൻ, അദ്ദേഹം കോൺഗ്രസ് പാളയത്തിൽ അല്ല എങ്കിൽ പോലും. അപ്പോൾ ഇത്തരം സാധ്യതകളും അവർക്കൊരു ടേം വ്യവസ്ഥയിൽ എങ്കിലുമൊക്കെ ഇടം നൽകുന്നതിനെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടതായി വരുന്നൊരു പശ്ചാത്തലമാണോ ഇപ്പോഴുള്ളത്? തീർച്ചയായും അഭിലാഷ്, നമുക്കറിയാം ഇത്തവണ UDF പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം വലിയൊരു വിജയമാണ് UDF-നുണ്ടായത്. അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേവല ഭൂരിപക്ഷത്തിലായിരുന്നു UDF അധികാരത്തിലേക്ക് എത്തിയതെങ്കിൽ ഇത്തവണ ഘടകകക്ഷികൾക്ക് ക്ലെയിം ചെയ്യാൻ രീതിയിലുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം കോൺഗ്രസിന് തന്നെ തനിച്ച് 63 MLA-മാരുണ്ട്. ഇനി 8 MLA-മാരുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ തനിച്ച് ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് കാര്യമായൊരു ക്ലെയിം ചെയ്യാൻ കഴിയില്ല. മറ്റ് ഘടകകക്ഷികൾക്കും അത്ര പിടിവാശി കാണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ ഘടകകക്ഷികൾക്കും, അതായത് ഏക MLA ഉണ്ടായിരുന്ന പാർട്ടികൾക്ക് പോലും അന്ന് മന്ത്രി പദവി കൊടുത്തു? അതിനുള്ള കാരണവും അത് തന്നെയായിരുന്നു. കാരണം ഒരാളെ പരിഗണിച്ചില്ലെങ്കിൽ അവർ മുന്നണി വിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസിൽ തന്നെ ഓരോ നേതാക്കളും ഈ രീതിയിലുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് സർക്കാർ താഴെ വീഴുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പരമാവധി എല്ലാ സമുദായങ്ങളെയും എല്ലാ സിംഗിൾ പാർട്ടിയും ആളുകളെ പോലും പരിഗണിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ UDF-ന് മുന്നിൽ ഈ അവകാശവാദം ഉന്നയിക്കാൻ ഘടകകക്ഷികൾ അത്ര വലിയ സാധ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും സാമുദായിക പരിഗണന, വനിതാ പ്രാതിനിധ്യം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുള്ള ഒരു വെല്ലുവിളി. അതായത് ഈ ഘടകകക്ഷികളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഈ ഏക MLA ഉള്ള എല്ലാ പാർട്ടികളുടെ നേതാക്കൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതായത് ഷിബു ബേബി ജോൺ മന്ത്രിയാകുന്നു. ഷിബു ബേബി ജോൺ 3 RSPക്ക് 3 MLA-മാരുണ്ട്. സ്വാഭാവികമായിട്ട് ഷിബു ബേബി ജോൺ മന്ത്രിയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CP ജോണിനെ പരിഗണിക്കുക. കാരണം CP ജോൺ അത്ര UDF-നെ സംബന്ധിച്ച് ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം, കാരണം ആദ്യമായിട്ടാണ് അദ്ദേഹം MLA ആകുന്നതെങ്കിൽ പോലും മറ്റ് പല രംഗത്തുള്ള ഒരു സൈദ്ധാന്തികം തന്നെയാണ് UDF-നെ സംബന്ധിച്ച്. പക്ഷേ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയമുണ്ട്. അത് CP ജോൺ എന്തായാലും പരിഗണിക്കും. മാത്രമല്ല അതോടൊപ്പം ഏക MLA ഉള്ള പാർട്ടി മാണി സി കാപ്പനും അതോടൊപ്പം RMP ഉണ്ട്. അതോടൊപ്പം ജേക്കബ് ഗ്രൂപ്പുണ്ട്, അനൂപ് ജേക്കബ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ G സുധാകരൻ. മറ്റ് ഈ CPM-ൽ നിന്നും CPM വിട്ട് UDF പാളയത്തിലെത്തിയ 3 MLA-മാർ ഒരാൾക്കെങ്കിലും സ്വാഭാവികമായും മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഏക MLA ഉള്ള പാർട്ടികൾക്ക് ഒരു 2.5 വർഷം വീതം കഴിഞ്ഞ ഈ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയാണോ ഒരു പരീക്ഷണം നടത്തിയത്, 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം വീതിച്ച് നൽകാനുള്ള സാധ്യതയാണ് ഒരു വശത്ത് കാണുന്നത്. പക്ഷെ മറ്റൊരു കാര്യം, ഈ സാമുദായിക പരിഗണന കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ നമ്മൾ കണ്ടതാണ്. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന്. സീറോ മലബാർ സഭാ വിഭാഗത്തിൽ നിന്നും റോഷി അഗസ്റ്റിൻ മന്ത്രിയാകുന്നു. ആന്റണി രാജു ലത്തീൻ വിഭാഗത്തിൽ നിന്നും മന്ത്രിയാകുന്നു. ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നും വീണ ജോർജ് മന്ത്രിയാകുന്നു. CSI വിഭാഗത്തിൽ നിന്നും സജി ചെറിയാൻ മന്ത്രിയാകുന്നു. യാക്കോബായ സഭയിൽ നിന്നും ആരും ഇടതുപക്ഷത്ത് വിജയിക്കാത്തതുകൊണ്ട് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അതായത് കൃത്യമായൊരു സാമുദായിക പരിഗണന, സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ആ മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം പിണറായി വിജയൻ നടപ്പാക്കിയത്. അത്തരമൊരു വെല്ലുവിളി ഇവിടെയും നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭ UDF-നൊപ്പം പരമ്പരാഗതമായി നിൽക്കുന്ന, അതായത് ഉമ്മൻചാണ്ടിയുടെ ഒരു പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെ അനൂപ് ജേക്കബിനെ മന്ത്രിയാക്കാതിരിക്കാൻ കഴിയില്ല. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാതിരിക്കാൻ കഴിയില്ല. യാക്കോബായ സഭാ വിഭാഗത്തിൽ നിന്നും മന്ത്രിയായി കഴിഞ്ഞാൽ മറ്റു പല വെല്ലുവിളികളുള്ളത് UDF-നകത്തുള്ളത്. മാത്യു കുടനാടൻ മന്ത്രിയാകാൻ സാധ്യതയുള്ള പരിഗണനയിലുള്ള ഒരു വ്യക്തിയാണ്.
വെല്ലുവിളി. അനൂപ് ജേക്കബ് Yes. മന്ത്രിയായി കഴിഞ്ഞാൽ ഇത്തരം ഒരു വെല്ലുവിളി അവിടെ നിൽക്കുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ, അതോടൊപ്പം മാണി സി കാപ്പന് മന്ത്രിയായി കഴിഞ്ഞാൽ 3 പേരും സീറോ മലബാർ സഭ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിനകത്തുള്ള ഒരു സീറോ മലബാർ വിഭാഗത്തിൽപ്പെട്ട സണ്ണി ജോസഫിന്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോലുള്ള സീറോ മലബാർ സഭാ വിഭാഗത്തിൽപ്പെട്ട ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ തീർച്ചയായും ഒരു മന്ത്രിസഭാ രൂപീകരണം വരുമ്പോൾ പലപ്പോഴും ഇതിൽ ജാതിമത സമവാക്യങ്ങൾക്കൊന്നും ഇടമില്ല എന്നൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ചിലപ്പോൾ പറയുമായിരിക്കാം. പക്ഷേ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ആരധികാരത്തിൽ വന്നാലും സാധാരണ മന്ത്രിസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട പദവികൾ ഒക്കെ നൽകാറുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു മുന്നാക്ക കമ്മീഷനെ പോലും നിയമിച്ചിട്ടുള്ള സർക്കാർ ഉണ്ട് എന്നതുകൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിലൊന്ന് ഓർത്തെടുക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും തീർച്ചയായും ജാതിമത സമവാക്യങ്ങളൊക്കെ നോക്കി മാത്രമേ മന്ത്രിസ്ഥാനം നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.